യെസ്, വഖഫ് ബോർഡ് ചെയർമാൻ കെ ഹംസ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹംസ, ഈ വിഷയം താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. മുനമ്പം ഭൂമി ഉമീദിൽ ചേർത്തതിനുള്ള കാരണം കാണിക്കലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഈ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്? 5 ദിവസത്തിനകം മറുപടി കൊടുക്കണമെന്നാണല്ലോ നോട്ടീസിലുള്ളത്. എന്ത് മറുപടിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് അത്ഭുതകരമായൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. കേന്ദ്രത്തിൽ പരാതി കൊടുത്തപ്പോ എങ്ങനെ പരാതി കിട്ടി? പരാതി അനുസരിച്ച് അതിന്റെ ഒരു അന്വേഷണം കേന്ദ്രം നടത്തുന്ന സ്വാഭാവിക പ്രക്രിയ ആയിരിക്കണം നടത്തിയിട്ടുള്ളത്. അതിനകത്ത് വലിയ അത്ഭുതങ്ങളില്ല താനും. അവിടെ നടന്ന ഫാക്റ്റുകൾ സർക്കാരിനെ അറിയിക്കാൻ മാത്രമേ അതിനകത്ത് വേണ്ടതുള്ളൂ. അവിടെ 17-ാം തീയതി ഇത് അവസാനിക്കുകയായിരുന്നു. അതിന്റെ ഉള്ളില് പോർട്ടലിൽ എൻട്രി ചെയ്യുന്നത് ആവശ്യമാണ്. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയല്ല, എൻട്രി ചെയ്യുകയാണ്. ആ എൻട്രി ചെയ്തപ്പോ ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടി ആണ്, കോടതി കേസുണ്ട് എന്ന് പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. അത്തരം ഭൂമികൾ എൻട്രി ചെയ്യുമ്പോൾ ആ കോളത്തിൽ അത് കാണിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുമുണ്ട്. അതിനുവേണ്ടി മാത്രം ഈ ഉമീദ് പോർട്ടലിൽ കോളം പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ കോടതി കേസുണ്ട്, കോടതിയിൽ പരിഗണനയിരിക്കുന്ന വിഷയമാണ് എന്ന് ധരിപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ ഇത് ഉമീദ് പോർട്ടലിലോ വഖഫ് ബോർഡിലോ രജിസ്റ്റർ ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്. രജിസ്ട്രേഷൻ മുമ്പേ കഴിഞ്ഞു പോയ കാര്യമാണ്. അവസാനത്തെ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇത് വഖഫ് ബോർഡിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് എല്ലാ വഖഫ് പ്രോപ്പർട്ടികളും സമയപരിധിക്കുള്ളിൽ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം എന്ന നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ വിവരം ഗവൺമെന്റിനെ അറിയിക്കും. പക്ഷേ ശ്രീ ഹംസ, ഇക്കാര്യത്തിൽ ഇപ്പോൾ മുത്തവല്ലിയായ ഫറൂഖ് കോളേജ് ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറയുന്നു. അതാണല്ലോ ഇതിലെ യഥാർത്ഥ പ്രശ്നം. അവർ വഖഫ് സ്വത്തല്ല എന്ന് പറയുമ്പോൾ വഖഫ് ബോർഡ് അത് വഖഫ് സ്വത്താണെന്ന് പറയുകയും സംസ്ഥാന സർക്കാർ അത് വഖഫ് സ്വത്തല്ല എന്ന് പറയുകയും കേന്ദ്ര സർക്കാർ വഖഫ് സ്വത്തല്ല എന്ന് പറയുമ്പോഴാണല്ലോ ഇതിലൊരു പ്രശ്നം നിലനിൽക്കുന്നത്. അപ്പോൾ ആ പ്രശ്നം ഉള്ളത് കൊണ്ട് കൂടി ആയിരിക്കാം ഈ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വഖഫ് സ്വത്താണെന്ന് തെളിയിക്കേണ്ടതിന്റെ ബാധ്യത വഖഫ് ബോർഡിനാവുകയാണ്. ആണല്ലോ, ബാധ്യത തെളിയിച്ചിട്ടുണ്ടല്ലോ. ഈ ഫാറൂഖ് കോളേജ് പറവൂർ കോടതിയെ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് ഇതിലുള്ള അന്യായമായ കയ്യേറ്റക്കാർ ഒഴിഞ്ഞു പോകണം, അവരെ മാറ്റണം എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അന്ന് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് ഫാറൂഖ് കോളേജിനെ സമ്മതിച്ചിട്ടുമുണ്ട്. പിന്നെ മുത്തവല്ലി തന്നെ കൾപ്രിറ്റായി മാറുമ്പോൾ അതിന്റെ മേൽഘടകമായിരിക്കണം പിന്നീട് ഇടപെടേണ്ടത്. മുത്തവല്ലി നടത്തിയ ഗൂഢാലോചനയിൽ, അഥവാ ഫാറൂഖ് കോളേജ് അധികാരികൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇങ്ങനെ ഒരു അന്യായമായ, നിയമത്തിന് നിരക്കാത്ത, വിൽപ്പനാധികാരമില്ലാത്ത ഭൂമി വിൽക്കാനുള്ള ധാരണയുണ്ടാക്കിയത്. അടിയാധാരം വാങ്ങുന്നവരും പരിശോധിച്ചിട്ടില്ല, അവരും പറ്റിക്കപ്പെട്ടതായേക്കാം. എന്തായിരുന്നാലും കേരള സർക്കാർ എന്ത് പറയുന്നു എന്നത് വിഷയമാക്കിയെടുക്കുന്നില്ല. കാരണം കേരള സർക്കാരിൽ നിന്നുള്ള പല മന്ത്രിമാരും തന്നെ ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ താങ്കളെ നിയമിച്ച കഴിഞ്ഞ സർക്കാരിന്റെ നിലപാട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. കഴിഞ്ഞ സർക്കാർ പറഞ്ഞത് ഇത് വഖഫ് ഭൂമിയല്ല എന്നായിരുന്നല്ലോ. സർക്കാരുകളുടെയും കോടതികളുടെയും അന്തിമ വിധികളെ അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷേ നിലവില് അങ്ങനെ ഒരു അന്തിമ വിധി വരാത്തത് കൊണ്ട് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബാധ്യത എല്ലാവർക്കുമുണ്ട്. ഇപ്പോ വന്നത് എനിക്ക് തന്നെ വ്യക്തി എന്ന നിലക്ക് അതിനോട് താല്പര്യമില്ലെങ്കിലും ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നിയമം നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. നിലവിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇത് വഖഫ് ഭൂമി എന്ന സ്റ്റാൻഡ് നിലനിൽക്കുകയാണ് നിൽക്കുന്നത്. അതാണ് ആ സ്റ്റാറ്റസ് കോ ഉള്ളത്. അതുകൊണ്ട് അത്തരം ഭൂമികളൊക്കെ ഉമീദ് പോർട്ടലിൽ നിശ്ചിത സമയത്തിന്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അത് അനുവദിക്കപ്പെട്ട കോളത്തിൽ, പ്രൊവൈഡ് ചെയ്ത കോളത്തിൽ രേഖപ്പെടുത്തണം. അങ്ങനെ രേഖപ്പെടുത്തി
കേസ് നിലവിലുണ്ട് എന്ന കാര്യം രേഖപ്പെടുത്തി ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പഴയ ഗവൺമെന്റ് ആയിരുന്നാലും ഈ ഗവൺമെന്റ് ആയാലും ഏത് ഗവൺമെന്റിന്റെയും അന്തിമ തീരുമാനങ്ങൾ എല്ലാവർക്കും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണല്ലോ. അതുകൊണ്ട് ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ മുകളിൽ ജുഡീഷ്യറിയോ എടുക്കുന്ന തീരുമാനങ്ങളും ഒക്കെ വഖഫ് ബോർഡിന് ബാധകമാണ്.